പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്റാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പിക്സൽ ലാബിൽ ബിസിനസ് കാർഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ സൈസാണ് ശരിയാക്കേണ്ടത്. അതിനായിട്ട് വിഡ്ത്ത് നമ്മൾ 3500 കൊടുക്കുക, അതുപോലെ ഹൈറ്റ് 2000 കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒരു ഷേപ്പിനെ കൊണ്ടുവരണം, അതായത് സ്റ്റിക്കറിനെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഗാലറിയിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു PNG ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കോർണറിലായിട്ട് കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ 3 കോർണറിലും ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഗാലറിയിൽ നിന്നും നമ്മുടെ കമ്പനിയുടെ ലോഗോ പിക്സൽ ലാബിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ലോഗോയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എറസ് കളർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റിൽ ആ കളർ പിക്കർ കൊണ്ട് പിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അത് നമുക്കൊരു 34 കൊടുക്കാം. എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇനി അതിനെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വെക്കുക. അതിന് താഴെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ആമസോൺ എന്നാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തത്. അതിന് നമ്മൾ നല്ല ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓക്കെ അടിച്ചു. ആ ടെക്സ്റ്റ് നമ്മൾ ലോഗോ താഴെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ലോഗോയും ടെക്സ്റ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഷേപ്സ് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിന് ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വിഡ്ത്ത് കുറച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മളതിനെ നമ്മുടെ ബിസിനസ് കാർഡിൽ കൊടുത്തിട്ടുള്ള 3 കോർണറിലുള്ള ആ ഷേപ്സിൻ്റെ കളർ തന്നെ നമ്മളിപ്പോൾ എടുത്ത റെക്റ്റാങ്കിളൊന്നും കൊടുക്കുക. ഇനി നമുക്കിതിലിട്ട് ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ, വെബ്സൈറ്റ്, ലൊക്കേഷൻ തുടങ്ങിയവ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മളതിൻ്റെ ഐക്കൺ കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഗ്രിഡ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും 4 കൊടുക്കുകയാണ്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ലെയറുകളും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മൾ ആ ഗ്രിഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മെർജ് ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിന് നമ്മൾ കളറും കൊടുക്കുക. അതിന് ശേഷം അതിനെ നമ്മൾ ചെറുതാക്കിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ സെൻട്രലാക്കി വെക്കുക. നമ്മൾ ആദ്യം വെച്ച റെക്റ്റാങ്കിളിനോട് ചേർത്തിയിട്ട് അതിൻ്റെ അതേ ഉയരത്തിൽ തന്നെ നമ്മൾ അതിനെ വെക്കുക. ഇനി ഓരോ ഐക്കണിന് നേരെയും അതനുസരിച്ചുള്ള ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഫോണിൻ്റെ നമ്പർ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ സ്റ്റൈലിഷ് ഫോണ്ടൊന്നും ഇത്തരം ടെക്സ്റ്റുകൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഓരോ ടെക്സ്റ്റും ആഡ് ചെയ്ത് ആ ഐക്കണിന് നേരെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കണം. അതായത് സ്റ്റാൻഡേർഡ് ഫോണ്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റൈലിഷ് ഫോണ്ടുകളൊന്നും ഇത്തരം കാർഡുകളിൽ നമ്മൾ ആഡ് ചെയ്യരുത്.
ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് ഗോതം എന്ന ഫോണ്ടാണ്. അങ്ങനെ എല്ലാ ടെക്സ്റ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബിസിനസ് കാർഡ് ഇവിടെ വൃത്തിയായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിക്സൽ ലാബിൽ ബിസിനസ് കാർഡൊക്കെ അതുപോലെ വിസിറ്റിംഗ് കാർഡും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യുകയാണ്. സേവ് JPG നോക്കിയിട്ട് പിന്നെ റെസൊല്യൂഷൻ അൾട്ര കൊടുത്ത് നമ്മുടെ ബിസിനസ് കാർഡ് ഇവിടെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.